ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു കുക്കുംബർ കൊണ്ടൊരു കറി തയ്യാറാക്കാം. അതിനായി ഞാനൊരു കുക്കുംബർ എടുത്തു. ഇനി ഇതൊന്ന് ചെത്തിയെടുക്കാം. ഇതുണ്ട്, ഞാൻ നല്ലതുപോലെ തോല് ചെത്തിയിട്ടില്ല, അങ്ങൊക്കെ ആയിട്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതാണ് ഞാൻ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ചരുവത്തിനകത്ത് ഇനി നമുക്കിത് ഗ്യാസിൽ വെക്കാം. എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിനകത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്ത് അതിനകത്തേക്ക് ചെറിയ ജീരകം കുറച്ച്, ഒരു 4-5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, ഇത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ കുക്കുംബർ ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് വേവാൻ വലിയ താമസമൊന്നുമില്ല, എളുപ്പം വെന്തു. നമ്മൾ അരച്ച് വെച്ച അരപ്പിനി ഇട്ട് കൊടുക്കാം. നമ്മൾ അരപ്പൊക്കെ ഒഴിച്ച് ആ ജാറ് കഴിയ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാകണം. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ കൂട്ടി അതിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിയെല്ലാം നല്ല മൂത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിക്കകത്ത് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കുക്കുംബർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെ ആയാലും നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. പിന്നെ ഇതിനകത്ത് തൈര് ഒഴിക്കാം. നമുക്ക് കടുക് വറുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് തൈരുണ്ടെങ്കിലും ഒഴിക്കാം. അത് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പം തൈര് ചേർക്കാനാണ് കറി വെക്കുന്നത്.